കൊല്ലം ശാസ്താംകോട്ടയിൽ യുവാവിനെ തലക്കടിച്ചു കൊലപ്പെടുത്തി 41-കാരനായ ഡീസന്റ് മുക്ക് സ്വദേശി വിനോദാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് രാജു കരുണാകരൻ പിടിയിൽ. ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. കൊല്ലം ശാസ്താംകോട്ടയിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത്. 41-കാരനായ വിനോദിനെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട്. രാജു കരുണാകരൻ എന്നുള്ള സുഹൃത്ത് പിടിയിലായിട്ടുണ്ട്. ഷമീർ അബ്ദുളുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, എന്താണ് സംഭവം? ഈ സംഭവം ഉണ്ടായത് ഇവിടെ പെയിന്റിംഗ് തൊഴിലാളിയായി വന്നവരാണ് ഈ രണ്ടുപേരും, രാജു കരുണാകരനും വിനോദും. ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ ദേവസ്വം സദ്യാലയത്തിൽ പെയിന്റിംഗ് തൊഴിലാളികളായി കഴിഞ്ഞവരാണ്. ഇന്നലെ രാത്രി ഇരുവരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം അങ്കമാലിയിൽ നിന്ന് ഇവരുടെ പെയിന്റിംഗ് സാധനങ്ങളുമായി ഒരു വാഹനം ഇവിടേക്ക് കടന്നു വരികയും ഇവർ ഉറങ്ങിയ സ്ഥലത്തേക്ക് ഇത്തരത്തിൽ ഈ വാഹനത്തിലുള്ള സാധനങ്ങൾ മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം ഇരുവരും എഴുന്നേറ്റ് പരസ്പരം ബഹളമുണ്ടാക്കിയതായി ഇതിൻ്റെ കോൺട്രാക്ടർ ദൃക്സാക്ഷിയാണ്. അങ്ങനെയാണ് ആ സദ്യാലയത്തിനുള്ളിൽ കിടന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലേക്കൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ മരിച്ച വിനോദിൻ്റെ മൃതദേഹം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുകയാണ്. രാജു ഇന്നലെ ഈ കൊലപാതകം നടത്തിയ ശേഷം ഒളിവിലായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് അയാളെ പിടികൂടുന്നത്. അയാളിപ്പോൾ ശാസ്താംകോട്ട പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും വിനോദിൻ്റെ ഭാര്യയും മകനും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുമായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് നമുക്ക് അവരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ചധികം കാലമായി കൊല്ലത്തെ ഡീസന്റ് ജംഗ്ഷനിലായിരുന്നു ഇയാൾ താമസിക്കുന്നത്. ഇയാളുടെ യഥാർത്ഥ സ്ഥലം ആലപ്പുഴയിലെ കോട്ടപ്പുറം എന്ന സ്ഥലമാണെന്നാണ് ഈ ഭാര്യയും മകനും പറഞ്ഞത്. എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇരുവരും മദ്യപിച്ചുണ്ടായ തർക്കമാണ് എന്നാണ് പോലീസ് പ്രാഥമികമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആതിര. ശരി, ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ നൽകിയത്.